ഷെമീസ് കിച്ചണിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു അടിപൊളി കോംബോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ചിക്കൻ കറിയും കപ്പയും കൂടെയുള്ള ഒരു കിഴിയാണ്. അതിനുവേണ്ടി ഞാൻ ആദ്യം കപ്പയൊക്കെ അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ഞാനൊരു കുക്കറിൽ വെള്ളവും വെച്ചിട്ടുണ്ട്. വെള്ളം ഏകദേശം തിളച്ചിട്ടുണ്ട്. നമുക്കിനി കപ്പ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ഞാൻ നമ്മുടെ ചിക്കൻ കറിക്കുള്ള കുക്കറും വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് കപ്പയുടെ വെള്ളം തിളച്ചുകൊണ്ട് കപ്പയിട്ട് വേകാൻ വെക്കാം. ആ സമയം നമ്മൾ ചിക്കൻ കറി വെക്കുമ്പോഴത്തേക്കിന് കപ്പ വേകും. നമുക്ക് ആദ്യം ഈ കപ്പയൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കപ്പ ഇരുന്ന് വേകട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാം. ഒരു പകുതി വേവാകുമ്പോൾ ഈ കപ്പയ്ക്ക് ഉപ്പിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ കുക്കറെല്ലാം ചൂടായിരിക്കുവാണ് ചിക്കൻ കറിക്കുള്ളത്. ഇതൊരു ഈസി ചിക്കൻ കറിയാണ്. പെട്ടെന്ന് നമുക്ക് കുക്കറിൽ ഒരു വിസിലടിച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു ചിക്കൻ കറിയാണ്. അപ്പോൾ അതിന് വേണ്ട അത്യാവശ്യം സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ചിക്കനല്ല, ഇത് പകുതി ചിക്കനേ ഉള്ളൂ. ഞാൻ ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ട് നന്നായിട്ട് കഴുകി എടുത്തതാണ് ഈ ചിക്കന്. അപ്പോൾ ഞാൻ നമ്മുടെ കുക്കർ ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കുക്കർ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം, ഒരു വിസിൽ മതി. അപ്പോൾ അതിനകത്തോട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ കൊച്ചുള്ളി, ഒരു സവോള, ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ചത്, പിന്നെ തേങ്ങാക്കൊത്ത് ഇത്രയും കൂടി ഇട്ട് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മളെടുത്തേക്കുന്ന ഒരു സവോള, ഒരു 10 കൊച്ചുള്ളി, പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചാണ് എടുത്തേക്കുന്നത്. ഞാൻ വെളുത്തുള്ളി തൊലി കളയാതെ ജസ്റ്റ് അരകല വെച്ചൊന്ന് ചതച്ചെടുത്താണ്. പിന്നെ തേങ്ങാക്കൊത്ത് നന്നായിട്ടൊന്ന് വാടട്ടെ. ചിങ്കുവേ, ഇങ്ങോട്ട് മാറിന്നേ. കുളിച്ചോ കുഞ്ഞ്? സുന്ദരിയായല്ലോ. ഷട്ടർ എടുക്കാൻ പോയതാണോ? മഴ നനയല്ലേ കേട്ടോ. നമ്മുടെ ഉണ്ടമുളക് കണ്ടോ, ഭയങ്കര എരിവാ കേട്ടോ. ഞാൻ ഇതിൻ്റെ ഒരെണ്ണം ഇടുന്നുണ്ട്. ഒരെണ്ണം വല്ല ഇടാം, നമുക്ക് ഒരെണ്ണം ഇടാം അല്ലേ. ഒരുപാട് ഇട്ടാൽ എരിവാ. പ്രത്യേക ടേസ്റ്റാണ് ഇതിന്, ഈ മുളകിന് നല്ലൊരു ഫ്ലേവറാണ്. അതിൻ്റെ ഇവൻ തോരനൊക്കെ വെച്ചാലും, മുളക് കറി, ചമ്മന്തി, മീനകത്തൊക്കെ ഇട്ടാൽ പ്രത്യേക ഒരു ടേസ്റ്റ്, മീൻ കറിക്കകത്തൊക്കെ. നമ്മുടെ കപ്പ ഒരു പകുതി വെന്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഞാൻ വേണ്ട ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അവിടെ കിടന്ന് വേവട്ടെ. അപ്പം നമ്മുടെ ഉള്ളിയൊക്കെ വഴന്നിട്ടുണ്ട്. ഞാൻ അതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. മുളക് പൊടി ചേർക്കട്ടെ. മുളക് പൊടി ഒരു 1.5 ടീസ്പൂണോളം മുളക് പൊടി ചേർത്തു. 1.5 അല്ല, 2.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്തു. നമ്മുടെ ചിക്കൻ ഒരു പകുതി ചിക്കനെ ഉള്ളതുകൊണ്ടാണ് ഇത് ഇങ്ങനെ കുറച്ച് ചേർക്കുന്നത്. പിന്നെ വേണ്ടത് ഒരു 1.5 ടീസ്പൂൺ, ഞാൻ ടീസ്പൂണാണ് എടുത്തുകൊണ്ടാണ് ഈ ടീസ്പൂൺ കണക്ക് പറയുന്നത്. 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചൂടാക്കട്ടെ. പൊടികളെല്ലാം ചൂടാവട്ടെ. ചൂടാവുമ്പോൾ ഇതിൻ്റെ ഒരു പച്ചമണം മാറണം. നമ്മുടെ പൊടി, മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയും മല്ലിപ്പൊടിയുടെയൊക്കെ ഒരു പച്ചമണം മാറണം. ഉണ്ടല്ലോ, ഇപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പൊടികളെല്ലാം ചൂടായിട്ടുണ്ട്. നമുക്കിനി ചിക്കൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം.
ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിൽ കുറച്ച് ഉപ്പും കൂടി ഇടാം. അതാകുമ്പോൾ ആ സമയത്ത് ഇളക്കുമ്പോഴേ എല്ലാത്തേലും ഒന്ന് പിടിക്കും. ഞാൻ 1 ടീസ്പൂണോളം ഏലക്കാപ്പൊടി ചേർക്കുന്നുണ്ട്. ഏലക്കാപ്പൊടി അല്ല, ഗരം മസാല ചേർക്കുന്നുണ്ട് 1 ടീസ്പൂണോളം. ഇനി ഇതിനകത്തോട്ട് 1 തക്കാളി വഴറ്റൊന്നും വേണ്ട, 1 തക്കാളി. ഇതിനകത്ത് ഇനിയും വെള്ളമൊക്കെ ഇറങ്ങും, പക്ഷെ നമുക്ക് കുറച്ച് വെള്ളവും കൂടെ വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിക്കാം. കറിവേപ്പില കുറച്ചിട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക ഫസ്റ്റ്. ഇത് നന്നായിട്ട് ഇളക്കി എല്ലാം യോജിപ്പിച്ചിട്ട് ഇനി ഞാനൊരു 1 ഗ്ലാസ് വെള്ളത്തോളം ചേർക്കുന്നുണ്ട് കറക്റ്റ്. എന്നിട്ട് നമ്മൾ ഒറ്റ വിസിലടിച്ചാൽ മതി കേട്ടോ. ഒറ്റ വിസിൽ മതി. കൂടുതൽ അടിച്ചു കഴിഞ്ഞാൽ അത് ഒരുപാടങ്ങ് വെന്തു പോകും. ഒറ്റ വിസിൽ മതി. നമുക്കിനി അടച്ചു വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ നമ്മൾ 1 വിസിൽ അടിച്ചിട്ടുണ്ട്. നമുക്കിനി കുക്കർ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കപ്പ ഏകദേശം വെന്തിട്ടുണ്ട്. നല്ലതായിട്ട് വേകുന്ന കപ്പയാട്ടോ, നല്ല പഞ്ഞി പോലെ വേകുന്ന കപ്പയായത്. നമുക്ക് കിഴി കെട്ടാനുള്ള ഇലയൊക്കെ വെട്ടിയിട്ട് നമുക്കിനി അതൊന്ന് നന്നായിട്ട് വാട്ടിയെടുക്കണം. നമ്മുടെ കപ്പ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഊറ്റിയെടുക്കാം. കപ്പയൊക്കെ ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഇനി നമ്മൾ കടുക് താളിച്ചിട്ട് കുറച്ച് തേങ്ങാപ്പാലൊക്കെ ചേർക്കും. നമ്മുടെ ഒരു സ്പെഷ്യൽ ഒരു ഐറ്റമാണിത്. അപ്പോൾ നമുക്കിത് ആദ്യം ഒന്ന് കടുക് താളിക്കണം. കടുക് വറക്കാം. ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. എല്ലാം പെട്ടെന്നുള്ള പരിപാടികളാണ്. പച്ചമുളക്, ഇതൊന്ന് മൂക്കട്ടെ. അപ്പോൾ നമ്മുടെ കടുക് താളിക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഈ കപ്പയ്ക്കകത്തോട്ട് കുറച്ച് തേങ്ങാപ്പാൽ, ഒരു അരക്കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ താളിച്ച കടുക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി ഇത് നമ്മൾ ചിക്കനും അതും കൂടെ വെച്ചിട്ട് നമുക്കൊന്ന് ദം ചെയ്യണം വാഴയിലയിൽ. അപ്പോൾ ഒന്നുകൂടെ ഒരു ടേസ്റ്റായിരിക്കും. നമ്മുടെ ചിക്കൻ ആയോ നോക്കാം നമുക്ക്. നല്ല പെർഫെക്റ്റ് ആയിട്ട്, എന്നാൽ ഒരുപാട് വെള്ളവും ഇല്ല. അടിപൊളിയായിട്ടുണ്ട് ചിക്കൻ വെന്ത്.
നമ്മളിത് ദം ചെയ്യുന്നതിന് മുമ്പ് വേണേൽ ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചിട്ട് ഇച്ചിരി മസാലപ്പൊടി ഉപ്പും കൂടെ ഒക്കെ ചേർക്കാം. നോക്കിയിട്ട് ആ ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ഉപ്പും മസാലപ്പൊടിയൊക്കെ ചേർത്തതിന് ശേഷം നമുക്ക് ദം ചെയ്യാം. നമ്മുടെ കപ്പയും ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട്. വാട്ടിയ ഇലയിലോട്ട് നമ്മുടെ കപ്പ തേങ്ങാപ്പാലൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് കപ്പ അങ്ങോട്ട് വെക്കുക. ഒരു രക്ഷയില്ല കേട്ടോ, മണം തന്നെ. എന്നിട്ട് അതിൻ്റെ പുറത്തോട്ട് അസാധ്യ മണം തന്നെ കേട്ടോ, വാട്ടിയ ഇലയുടെ മണം അടിപൊളി കേട്ടോ. ഇങ്ങനെ അങ്ങോട്ട് ചിക്കൻ കറി, വാവ്, തേങ്ങാക്കൊപ്പം ചിക്കൻ കറി, ഒരു രക്ഷയില്ല കേട്ടോ, ഭയങ്കര മണം. എന്നിട്ട് വെക്കുക. ഒരു ലെയർ കപ്പയും കൂടെ നമുക്ക് അങ്ങോട്ട് അതിൻ്റെ മേലിലോട്ട് വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് കറിയോ ഒന്നും വേണ്ട, ഇത് മാത്രമായിട്ട് അങ്ങ് കഴിച്ചു വെച്ചാൽ മതി. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. അടിപൊളി പച്ച വെളിച്ചെണ്ണയുടെ മണമൊക്കെ മൂക്കിനകത്തോട്ട് വരും. അപ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ വെക്കുക, ഒരു ഉണ്ടമുളക്, എന്നിട്ട് ഒരു 5-6 കാന്താരിയും കൂടെ അതിൻ്റെ മണ്ടയ്ക്കോട്ട് ഇട്ട് അങ്ങോട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിതങ്ങോട്ട് കിഴി പോലെ അങ്ങ് കെട്ടുക. കണ്ടല്ലോ, ഇങ്ങനെ നമ്മളൊരു കിഴി പോലെ കെട്ടുക. അപ്പോൾ നമ്മുടെ കിഴിയൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ കെട്ടി വെച്ചിട്ടുണ്ട്, കണ്ടല്ലോ. ഇനിയും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിത് ഒരു അപ്പച്ചെമ്പ് വെച്ചിട്ട് ആവിയിൽ ഇതൊന്ന് സ്റ്റീം ചെയ്ത്, അപ്പോൾ നമുക്കിനി ഇതൊന്ന് ദം ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ അപ്പച്ചെമ്പൊക്കെ ചൂടായിട്ട് നല്ല ആവി വരുന്നുണ്ട്. നമ്മുടെ കിഴി, കപ്പായും ചിക്കനും കൂടെ ഉള്ള കിഴി വെച്ച് കൊടുക്കുകയാണ്. നമുക്കിതൊരു നല്ല തീയിൽ 10 മിനിറ്റ് ദം ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഏകദേശം 10 മിനിറ്റായി. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നല്ല അടിപൊളിയായിട്ട് ദമ്മായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കിഴിയൊക്കെ റെഡി ആയിരിക്കുകയാണ്. നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ല ചൂടായിട്ടിരിക്കുകയാണ്, ഇതെല്ലാം തൊടാനൊന്നും വയ്യ. വാവ്, എന്താ മണം, സൂപ്പറായിട്ട് ദമ്മായിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മൾ എണ്ണയൊക്കെ തെളിഞ്ഞ് കപ്പയും ഇതൊക്കെ സൂപ്പറായിട്ട് ദമ്മായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ഉണ്ടമുളകും കാന്താരിയും ഒക്കെ ഈ ദമ്മിലിരുന്ന് നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. കറിവേപ്പിലയുടെയും ഉണ്ടമുളകിൻ്റെയൊക്കെ സ്മെല്ല് നല്ല സൂപ്പറായിട്ട് വരുന്നുണ്ട്. വല്ലാത്തൊരു മണം. നമുക്കിത് എന്താണ്ട് ഇതുപോലെ ഇങ്ങനെ ഉടച്ചിട്ട് ഇങ്ങനെ കപ്പയും കൂട്ടി ഒന്ന് തൊടാൻ പറ്റത്തില്ല കേട്ടോ, അതുപോലെ ചൂടാണ്, ദമ്മായതുകൊണ്ട്. കട്ട് ചെയ്തിട്ട് ചീനി ഇട്ടു, ഈ ഉണ്ടമുളക് പിടിച്ചു, നല്ല ചൂടാണ്. ദമ്മിൻ്റെയാ ചിക്കൻ ഭയങ്കര ചൂടല്ലേ. സൂപ്പറാണ് ശങ്കര, എങ്ങനെയുണ്ട്? അടിപൊളി. ചൂട് മാറിയിട്ടില്ല ഇതുവരെ കേട്ടോ, ഭയങ്കര ചൂട്. സൂപ്പറായിട്ടുണ്ട്, ഭയങ്കര ടേസ്റ്റ് അല്ലേ. കഴിക്കാൻ പാടില്ല. ആ ചിക്കൻ്റെ സ്റ്റോക്കൊക്കെ ഇങ്ങോട്ടാണ് വെളിച്ചെണ്ണ അവിടെ ഇതായിട്ട് മിക്സായി വേറൊരു ടേസ്റ്റായി. അടിപൊളി, രക്ഷയില്ല, ഒരു രക്ഷയില്ല. ഭയങ്കര അടിപൊളിയാണ്. ടെക്സ്ചറും
അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.